ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ കുഞ്ഞമത്തി തേങ്ങ അരച്ച് വെച്ച കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇങ്ങനെ ഇടലുണ്ടായിരുന്നു. അന്ന് എല്ലാവരും റെസിപ്പി ചെയ്യുമോ എന്നൊക്കെ കമൻറ്റ് ഇട്ടീന് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ചട്ടി വെക്കുക, ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക, എണ്ണയ്ക്ക് കുറച്ച് ഉലുവ ഇടുക, പിന്നെ ചെറിയ ഉള്ളി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇമ്മാൻ്റെ ഒരു മോഡലാട്ടോ, വേറെ മോഡലിലും വെക്കലുണ്ടാവും, വേറെ എല്ലോലും വേറെ സ്റ്റൈലിലായിരിക്കും വെക്കുക. പക്ഷേ ഇമ്മ വെക്കണ ഒരു കോലാട്ടോ നമ്മൾ കാണിച്ചു തന്നത്. അപ്പോൾ ചെറിയ ഉള്ളിയില്ലേ അത് കുറേ അരിഞ്ഞിക്കണ്, അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞ് അത് ആദ്യം ഇട്ട് അത് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ തക്കാളി ഇതൊക്കെ അതൊക്കെ അവിടെ ഉണ്ട് മാറ്റി വെച്ചിക്കണ്. അപ്പോൾ ഇത് നല്ലോണം വഴറ്റി വരണം, എന്നിട്ടാണ് പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ലാസ്റ്റ് പിന്നെ തൂമിക്കൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ വാട്ടി വെക്കണതിനോട് പിന്നെ തൂമിക്കണമൊന്നുമില്ല കേട്ടോ അമ്മ. ചിലയിടത്തൊക്കെ പിന്നെ തൂമിക്കണോലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്തു കേട്ടോ. സാധാരണ പെരുംജീരക പൊടി ഇടും, പക്ഷേ പൊടി ഇല്ലാത്തതിനോട് ഉമ്മ പെരുംജീരകത്തിൻ്റെ മണിയില്ലേ അത് കുറച്ച് ഇട്ട് കൊടുത്തതാട്ടോ. അത് നല്ല അതിൽ നിന്ന് ഇങ്ങനെ വഴറ്റോട്ടെ വിചാരിച്ചിട്ട് ഇപ്പം തന്നെ ഇട്ട് കൊടുത്തതാട്ടോ. അങ്ങനെ അതും ഇട്ടിട്ട് പിന്നെ കുറച്ച് നേരം ഉള്ളി നല്ലോണം ഒന്ന് മൂത്ത് വരുവോളം വാട്ടി കൊടുക്കട്ടോ. പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ വാടി വരുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയില്ലേ അത് ചതക്കിയതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളി ഇതൊക്കെ നല്ലോണം മൂത്തൊക്കെ വന്നിക്കണം. ഞാൻ വോയിസ് ഓവർ കൊടുക്കണം എന്താ വെച്ചാൽ പണിക്കാർ ഇന്ന് മറ്റേ കുറച്ച് പണിയും കൂടി ഉണ്ടായിട്ടോ, അതുകൊണ്ട് പണിക്കാരെ ഭയങ്കര സൗണ്ട് ഉണ്ടായിട്ട് ഞാനപ്പോൾ സൗണ്ട് കൊടുക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ ശേഷം കറിവേപ്പിലയും പച്ചമുളകും തക്കാളിയൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ പച്ചമാങ്ങ ഇടുന്നുണ്ട് ഉമ്മ. അപ്പോൾ പച്ചമാങ്ങ ഇട്ടാലും പ്രത്യേക ടേസ്റ്റ് ആട്ടോ കറിക്ക്. മീൻ കറിക്ക് ആരെങ്കിലും പച്ചമാങ്ങ ഇടലുണ്ടോ എന്നൊക്കെ കമൻറ്റ് ഇടേണ്ടി. അധികം ആൾക്കാരും ഇടലുണ്ടാവും. അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ മീൻ കറിക്ക് ഇടുമ്പോൾ. അപ്പോൾ ഞാൻ ഇന്നലെ ബേബിൻ്റെ അവിടെ നിന്ന് കുറച്ച് പച്ചമാങ്ങ ഒരു 2-3 മാങ്ങ 4 മാങ്ങ കൊണ്ടുവന്നീന്, എത്തണം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മക്ക് വല്ലാത്ത പൂതി മത്തിക്കറി ഉണ്ടാക്കാൻ കേട്ടോ. മാങ്ങയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ആദ്യത്തെ മാങ്ങ നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ ആ കറിയത്തെ മാങ്ങ പിന്നെ അങ്ങനെ തിന്നുമ്പോൾ നല്ല രസമാട്ടോ. അപ്പോൾ ഇതാക്കണ പിന്നെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്താൽ ഞാൻ അത്ര തോനെ പച്ചമുളക് എന്നൊക്കെ ചോദിച്ച് പച്ചമുളക് നോക്കട്ടോ. ഒരു ലോഡ് പച്ചമുളക് ഉണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മുളകും പൊടി ഇട്ട് കൊടുക്കുക, പിന്നെന്ത് പൊടിയാണ് ഇടണത് നോക്കട്ടെ കേട്ടോ. ഉമ്മാൻ്റെ സ്റ്റൈലല്ലേ, നമ്മളിടുന്ന പൊടികളൊന്നും ആയിരിക്കില്ല ഉമ്മ ഇട്ടോ. അപ്പം പിന്നെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ എല്ലാവരും ഇങ്ങനെ ചിലവരൊക്കെ ഇങ്ങനെ വെക്കലുണ്ടാവും, എന്താണെന്നറിയില്ല. അപ്പം പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ലോണം അതൊന്ന് ഇളക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഇട്ട് അറിയാനൊന്നുമില്ല, കുറച്ചേ ഇടണുള്ളൂ. പിന്നെ പച്ചമുളക് അത്യാവശ്യം ഇടുന്നുണ്ട് കേട്ടോ. അമ്മ നല്ല എരിവിൻ്റെ ആളാണ്. അപ്പോൾ അത്യാവശ്യം പച്ചമുളകൊക്കെ ഇട്ടിക്കണം. പിന്നെ നല്ലോണം അതും ഒന്ന് വഴറ്റുക. പിന്നെ ഇത് വെള്ളമൊക്കെ പാരുക. വെള്ളം പാരുന്ന പിന്നെ എടുത്തില്ല കേട്ടോ. വെള്ളം പാർന്നിട്ട് പിന്നെ നല്ലോണം തിളച്ച് വരുമ്പോൾ അതിക്ക് നമ്മളെ ഇതിട്ട് കൊടുക്കുക കേട്ടോ. മത്തിയും പച്ചമാങ്ങ ഇട്ട് കൊടുക്കുക. മാങ്ങമ്മൽ ഇതാ ഒരു കറിവേപ്പില എൻ്റെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ. അപ്പം മാങ്ങയും മത്തിയും കൂടി ഒപ്പാട്ടം ഇടണത്. അതിൻ്റെ മുന്നേ മാങ്ങ ഇട്ടാൽ മാങ്ങ വെന്ത് ഉടഞ്ഞു പോകും പറഞ്ഞിക്കാണ്ട് രണ്ടും ഒപ്പാട്ടം ഇടണത്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത്ത മാങ്ങ ഇങ്ങനെ തിന്നാൻ. പിന്നെ ഞാൻ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ, നല്ലോണം വേവട്ടെ. അപ്പോൾ ഇതിന് വല്ലാതെ വേവില്ലല്ലോ. അപ്പോൾ അത് ഇടയ്ക്ക് ഉമ്മ ഇങ്ങനെ തുറന്നു നോക്കുന്നുണ്ട് വെന്തണോന്നൊക്കെ. അപ്പോൾ ഞാൻ മാങ്ങനെ നിർത്താണെങ്കിൽ നോക്കട്ടെ പറഞ്ഞപ്പോൾ ഇമ്മ മാങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പിന്നെ ലാസ്റ്റ് നമ്മളെ മാങ്ങയും കുഞ്ഞമത്തിയും ഒക്കെ വേവുമ്പം പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ പണി. സിമ്പിൾ കറി, പ്രത്യേകിച്ച് അലങ്കാര പണികളൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ അമ്മൻ്റെ കുഞ്ഞമത്തിക്കറി കേട്ടോ. ചിലവരൊക്കെ അന്ന് ഞാൻ വീഡിയോ നോമ്പിൻ്റെ മുന്നേ കേട്ടോ വീഡിയോ ഇടുമ്പോൾ ചോദിക്കലുണ്ടായിന് എന്താ ആ റെസിപ്പി ചെയ്യുമെന്ന്, അതുകൊണ്ടാട്ടോ അത് വീഡിയോ ഇട്ടത്. പിന്നെ അതാ ഞാനത്തെ കറിയത്തെ മാങ്ങക്ക് കാത്തിക്കാട്ടോ. അപ്പോൾ അതിൽ മാങ്ങ ഭയങ്കര ടേസ്റ്റാണ് തിന്നാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ വേറെ ബാക്കി 2 മാങ്ങ ബാക്കിയുള്ളത് അതിനോട് ഉമ്മ ഇതാക്കണ് അച്ചാറിടാൻ പോവാട്ടോ. അത് വേഗം അതിൻ്റെ ഇടയിൽ കൂടെ അരിഞ്ഞിക്കാണ്ട് ഉമ്മ അച്ചാറിടാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെന്നിക്കാണ്ട് എനിക്ക് അതിൽ മാങ്ങ എടുത്ത് തരികയാണ്. അപ്പോൾ അതിൽ മാങ്ങ എടുത്ത് തരിക കേട്ടോ ഉമ്മ. നല്ല ടേസ്റ്റായി തിന്നാൻ കേട്ടോ. പിന്നെ അതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിക്കാണ്ട് പിന്നെ ചോറ് തിന്നാൻ ഇരുന്നതാട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തത്. അപ്പോൾ അതാ നല്ല മാങ്ങ മാങ്ങ എടുത്ത് കോരി എടുത്തതാട്ടോ. പിന്നെ ഉമ്മ ഇട്ട അച്ചാർ, ഇപ്പം ഇട്ട അച്ചാറാണ്, പക്ഷെ ഒടുക്കത്തെ ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മത്തി പൊരിച്ചതും മത്തി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയോണ്ടാണോ എന്നറിയില്ല. ഇനി കുറച്ച് മാങ്ങ 2 മാങ്ങനോട് ഇട്ടതല്ലേ, അതുകൊണ്ടാണോ എന്നറിയില്ല, ഒടുക്കത്തെ ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കൂട്ടിയിട്ട് ചോറും തിന്നു, അടിപൊളിയേനെ കേട്ടോ.